രണ്ടാം മിഷണറി യാത്രയിൽ മക്കതോന്യക്കാരന്റെ ദർശനം കണ്ട് കടന്നു പോകുന്ന വഴിയിലാണ് അവിടെ യൂറോപ്പിലെ സഭ ആരംഭിക്കുന്നത്. അതെ, ദൈവത്തിന്റെ ദർശനങ്ങൾ പ്രാപിച്ച അപ്പോസ്തലന്മാർ നിങ്ങളുടെ അടുക്കൽ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീടിനകത്ത് വരാൻ പ്രാർത്ഥിക്കണം. കടന്നു പോകുന്ന വഴിയിൽ അവർ കടന്ന് നിങ്ങളെ കാണട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ ഉപദ്രവിക്കുന്നവരെന്ന് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ നിസ്സഹായതയെ തിരിച്ചറിയുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കാമോ? നിങ്ങൾ ദൈവഭക്തരായിരിക്കാം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥമായ ജീവന്റെ വഴി തിരിച്ചറിയാതെ പലപ്പോഴും ഹൃദയത്തിനകത്ത് വേണ്ടതുപോലെ ദൈവിക സമാധാനം അനുഭവിപ്പാൻ കഴിയാതിരിക്കുന്നയാളാണോ? വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രി കർത്താവ് നിങ്ങളുടെ വീടുകൾക്കകത്ത് ഇറങ്ങി വരും. നിങ്ങൾ എത്ര പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും അവിടെ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരേ ഒരാൾ കർത്താവ് മാത്രമാണ്. ഒരു മനുഷ്യനും കടന്നു വരാൻ കഴിയാത്ത ഇരുട്ടിന്റെ അനുഭവത്തിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലുദിയയുടെ ഹൃദയത്തെ തുറന്ന്, ലുദിയയുടെ വീട് തുറന്ന്, റിസ്ക് എടുക്കാൻ തയ്യാറായ ആ ലുദിയോട് കൂടെ സഞ്ചരിച്ച് അങ്ങനെ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയെ പോലെ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു സ്വാധീനമായി മാറാൻ ദൈവം ചില ലുദിയമാരെ കാണുകയാണ്, ചില കുടുംബങ്ങളെ കാണുകയാണ്. നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വീട്ടിൽ അത് ആരംഭിക്കട്ടെ. എൻ്റെ ഹൃദയം ഒന്ന് തുറന്നല്ലോ, ഇന്ന് രാത്രി എൻ്റെ ഹൃദയം തുറന്നു. അങ്ങനെ വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം കേട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ വീടുകളിൽ നടക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. കഠിനമായ രോഗത്തിൽ ആരും സൗഖ്യമാകില്ലെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നു, തള്ളിക്കളഞ്ഞതാ. ലോക വൈദ്യന്മാർ നോ എന്ന് പറഞ്ഞു. സാരമില്ല കേട്ടോ, നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടാൻ പോകുക. നിങ്ങൾ ഇരിക്കുന്ന ആ മുറിക്കകത്തെ രോഗിയായി നിങ്ങൾ വിശ്രമിക്കുന്ന ആ കട്ടിലിനരികത്തേക്ക് യേശുവിന്റെ രാത്രി വരിക. അതെ, നിങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. എത്ര മാരകമായ രോഗത്തിനും സൗഖ്യം തരാൻ കഴിവുള്ള അധികാരമുള്ള ദൈവപുത്രൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി.